ഞങ്ങൾ മണ്ടക്കാട് ക്ഷേത്രത്തിന് നേരെ വന്നത് കുളച്ചൽ വാർ മെമ്മോറിയൽ സ്മാരകത്തിലേക്കായിരുന്നു കേട്ടോ. അവിടെ കുളച്ചൽ യുദ്ധത്തിനെ ഓർമ്മിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളെല്ലാം ആ ചുമരിൽ തന്നെ പതിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓഡിറ്റോറിയം പോലെ, ഓഡിറ്റോറിയം അല്ല, ഓപ്പൺ ഓഡിറ്റോറിയം അവിടെ ഉണ്ട്. പിന്നെ വലിയൊരു സ്തൂപമുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് അതിനടുത്ത് തന്നെ ചേർന്നൊരു ഓഫീസും ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. പിന്നെ ഞങ്ങൾ നേരെ പോവുക എന്നത് കുളച്ചൽ ഹാർബറിലേക്കായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ആ ഹാർബറിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്നൊക്കെ. ഈ കുളച്ചൽ വാർ മെമ്മോറിയലും കുളച്ചൽ ഹാർബറും എൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മണ്ടക്കാട് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാറിയാണ് ഈ കുളച്ചൽ വാർ മെമ്മോറിയലും കുളച്ചൽ ഹാർബറും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ കുളച്ചൽ ഹാർബറിലേക്ക് കയറുന്നതിനായിട്ട് ഞങ്ങൾ 50 രൂപ നമുക്ക് കൊടുക്കണം അവിടെ. എങ്കിൽ മാത്രമേ നമ്മുടെ കാർ അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ. അത് റെസീറ്റും നമുക്ക് അവിടെ തരും. അതിനുശേഷം വേണം നമ്മൾ ഈ ഹാർബറിനുള്ളിലേക്ക് കടക്കാനായിട്ട്. ഈ ഹാർബറിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരുപാട് വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ മീൻ പിടിക്കാൻ പോയിട്ട് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏകദേശം നമുക്ക് ഈ കടലിൻ്റെ നടുക്ക് വരെ പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഹാർബറിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കടലിൻ്റെ നല്ല കാറ്റും നല്ലൊരു ഫീലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് സമയമെന്ന് പറയുന്നത് ഒന്ന് രാവിലെ നമ്മൾ പോകണം, അല്ലെങ്കിൽ ഈവനിങ് പോകണം. ഞങ്ങൾ പോയപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 1 മണി ആയിട്ടുണ്ട്. നല്ല വെയിലാട്ടോ. പിന്നെ നമുക്ക് ഈ ഹാർബറിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മുക്കം ബീച്ച് കാണാൻ പറ്റും കേട്ടോ. അത് ഗപ്പി സിനിമയുടെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് മുക്കം ബീച്ചും പരിസരമൊക്കെ. അതൊക്കെ നമുക്ക് ഈ ഹാർബറിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ മറുവശത്ത് തന്നെ പുതിയൊരു ഹാർബറിൻ്റെ പണി നടക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കുളച്ചൽ ബീച്ചും കുളച്ചൽ സ്മാരകവും ആ പരിസരവും എല്ലാം. കാരണം ഇത് മണ്ടക്കാട് ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് വളരെ എളുപ്പമാണിത് അതിൻ്റെ അടുത്തേക്ക് വരാനായിട്ട്. പിന്നെ ഞങ്ങൾ കണ്ട ഒരു കാഴ്ച കേട്ടോ, ആ കടലിൻ്റെ നടുക്കിടക്കുന്ന പാറയിലേക്ക് വെള്ളമിടിച്ച് വരുന്ന നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാരണം ഇത് നമ്മൾ ഇതിൽ ക്യാമറയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയാണ് നമ്മൾ അവിടെ നിൽക്കുമ്പം ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടൊരു വേറൊരു കാഴ്ചയാണ് അവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര്. പിന്നെ ഞങ്ങൾ കണ്ട കാഴ്ചയാണ് വലിയ ബോട്ടുകൾ. കാരണം ഇതിനകത്ത് ആഹാരം പാകം ചെയ്യാനുള്ള സംവിധാനം, അങ്ങനെ ഇതെല്ലാം ഉള്ളൊരു ബോട്ടുകളാണ് ഈ വലിയ ബോട്ടുകൾ. ഇത് ഏകദേശം കടലിൽ പോയി കഴിഞ്ഞാൽ 15-20 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ച് മീനൊക്കെ പിടിച്ചതിന് ശേഷം മടങ്ങി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ മീൻ ചീത്തയാവാതെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം, ഐസ് അതൊക്കെ വയ്ക്കാനുള്ള സംവിധാനം, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുള്ള ഈ വലിയ ബോട്ടുകളല്ലേ യാനങ്ങളെന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. ഒരുപാട് ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. ഇതൊക്കെ മുന്നേ ദിവസങ്ങളിൽ മീൻ പിടിച്ചിട്ട് പോയിട്ട് വന്ന് വെയിറ്റ് ചെയ്യുന്ന വലിയ ബോട്ടുകളാണ് കേട്ടോ ഇതൊക്കെ. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് യാത്ര തിരിക്കുക കേട്ടോ. ഞങ്ങൾ രാവിലെ 8 മണിക്കാണ് ചിതറാൾ ജൈൻ ക്ഷേത്രത്തിലാണ് ആദ്യം വന്നത്. അവിടെ നിന്ന് ഞങ്ങൾ മാത്തൂർ തൊട്ടിപ്പാലത്തിലേക്ക് കയറിയായിരുന്നു. മാത്തൂർ തൊട്ടിപ്പാലത്തിലെ അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പിന്നെ വന്നത് മണ്ടക്കാട് ക്ഷേത്രത്തിലേക്കായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ എത്തിയത് ഈ കുളച്ചൽ ഹാർബറും കുളച്ചൽ വാർ മെമ്മോറിയൽ സ്മാരകമൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തായിരുന്നു. ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടു. എൻ്റെ ഈ കുളച്ചൽ ഹാർബറിൻ്റെയും കുളച്ചൽ വാർ മെമ്മോറിൻ്റെയൊക്കെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.